ഹായ് എവരിവൺ. അതിജീവിത കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് ഉണ്ട്. എന്താണ് ഈ അവസരത്തിൽ മഞ്ജു വാര്യർക്ക് പറയാനുള്ളത്, എന്താണ് ഈ അവസരത്തിൽ കാവ്യ മാധവന് പറയാനുള്ളത്, അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം റിപ്പോർട്ടർ ചാനലിന് നാട്ടുകാർ കല്ലെറിയുന്ന ഒരു രംഗം കൂടിയുണ്ട്. എന്തിനാണ് കള്ള വാർത്ത കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ പ്ലേ ചെയ്തുതരാം. അതിനുശേഷം റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു സ്ത്രീക്കെതിരെ 8ന്റെ പണി, ഒരുപക്ഷെ 10 വർഷം വരെ തടവ് കിട്ടും, അങ്ങനെ വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താണ് അവൾ ചെയ്ത തെറ്റ്, അതും കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ചാനലുകൾ പറയുന്നത്, 24 അടങ്ങുന്ന റിപ്പോർട്ടർ ചാനൽ പറയുന്നത്, ദിലീപ് പൾസർ സുനിക്ക് 1.5 കോടി രൂപ കൊട്ടേഷൻ കൊടുത്തിട്ട് അതിജീവിതയെ പീഡിപ്പിക്കാൻ, അതായത് അതിജീവിതയെ പീഡിപ്പിക്കുന്ന വീഡിയോ എടുത്തിട്ട് ദിലീപിന് അയച്ചു കൊടുക്കണം. അതിനുശേഷം ദിലീപ് അതിനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിജീവിതയുടെ വില കളയാൻ വേണ്ടിയിട്ട്, അതിജീവിതയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന 24 അടങ്ങുന്ന ന്യൂസ് ചാനലുകൾ പറയുന്നത്. അവരോട് ആദ്യം ഒരു കാര്യം ഞാൻ പറയുകയാണ്, പൊന്നു പ്രേക്ഷകരെ, നാണമുണ്ടോ അവറ്റകൾക്ക്? അതായത് ഒരു പെണ്ണിപ്പോൾ ഈ പറയുന്ന അതിജീവിതയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 4 പേര് ഒരുമിച്ച് അതിജീവിതയെ ആക്രമിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെ ആസ്വദിക്കോ? ആരെങ്കിലും അതിജീവിത ചെയ്യുന്നത് തെറ്റെന്ന് പറയോ? അതിജീവിതക്കൊപ്പമല്ലേ എല്ലാവരും നിൽക്കുന്നത്? ആക്രമിക്കുന്ന ഒരു വീഡിയോ ലീക്കായി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഞാനൊരു കാര്യം പറയുകയാണ്, ദിലീപിന് അതിജീവിതയെ മാനം കെടുത്താനാണെങ്കിൽ അതിജീവിത ആസ്വദിക്കുന്ന വീഡിയോ ആണ് വരേണ്ടത്. അതിജീവിതയുടെ കുളിസീനോ അല്ലെങ്കിൽ അതിജീവിത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ആസ്വദിക്കുന്ന വീഡിയോ ക്ലിപ്പ് ദിലീപിന് കിട്ടിക്കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതിജീവിതയുടെ നാണവും മാനവും പോവും. ഇവിടെ 4 പേര് ഒരുമിച്ച് അതിജീവിതയെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ, അതിജീവിത സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പ് ദിലീപ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിലീപിനല്ലേ അടി കിട്ടേണ്ടത്? അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തതാണ്. നിങ്ങൾക്കപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം വക്കീലിനുള്ള മറുപടി കൊടുക്കാം. ഇന്നലെ വക്കീൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്നൊന്നായിട്ട് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നീതി 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ, ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രഷറുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം, മാന്യമായി രാജിവെക്കണം. അല്ല വക്കീലെ, നാണമുണ്ടോ? നിങ്ങൾ തിന്നുന്നത് ചോറാണോ തീട്ടമാണോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. അതായത് ഇവന്മാരുടെ ഒരു ലക്ഷ്യമുണ്ട്, അതിജീവിതക്ക് നീതി കിട്ടണ്ട, പ്രശ്നമില്ല, ദിലീപ് ജയിലിൽ പോയാൽ മതിയെന്ന്. ഇത് എങ്ങനെയാണ് ശരിയാവുന്നത്? അതായത് ദിലീപ് ഒരു മനുഷ്യനല്ലേ, അദ്ദേഹം ഒരു കോടതി നിങ്ങൾ നോക്കണം, 8 വർഷം 8-9 വർഷം നോക്കിയിട്ടാണ് ശിക്ഷ വിധിക്കുന്നത്, കുറ്റക്കാരനാണോ അല്ലേ എന്ന് തെളിയിക്കുന്നത്. ദിലീപിന് ഒരു തെളിവ് പോലും ഇല്ല എന്നതാണ് സത്യം. എന്നിട്ട് ഇവന്മാർ അളക്കുകയാണ്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. എനിക്കിത് പറയാൻ പറ്റില്ല, ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഓ ആണോ, നീയാണോ കോടതി? അതായത് ഇവരോട് ഞാനൊരു കാര്യം പറയുകയാണ്, പൊന്നു പ്രേക്ഷകരെ. അതായത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വരണമെന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? കോടതി എല്ലാ എവിഡൻസും നോക്കും, തെറ്റുകാരനാണോ അല്ലേ എന്ന് എല്ലാം നോക്കും. എല്ലാം നോക്കിയിട്ട് ദിലീപിന് ഒരു തെളിവും ദിലീപിനെതിരെ ഇല്ല എന്നറിഞ്ഞപ്പോഴാണ് കോടതി വെറുതെ വിട്ടത്. അല്ലാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഈ പറയുന്ന ജഡ്ജി, ഹണിയം വർഗീസ് ജഡ്ജി ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് വിധി പറഞ്ഞതെങ്കിൽ അവർക്ക് പണി കിട്ടും. ഇതൊക്കെ എത്ര ആൾക്ക് സുപ്രീം കോടതിയിൽ ഈ കേസ് സുപ്രീം കോടതിയിൽ പോയാൽ ഈ വിധിയെ സുപ്രീം കോടതി നോക്കും. അപ്പോൾ ഈ പറയുന്ന ജഡ്ജി അതായത് ദിലീപിനെതിരെ തെളിവുണ്ടായിട്ട് അവൻ വെറുതെ വിട്ടാൽ ജഡ്ജി കെട്ടിൻ്റെ പണി കിട്ടും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവറ്റകൾ കേസ് തോറ്റത് കൊണ്ട് വെറുതെ ഇല്ലാത്ത കാര്യം പറയുകയാണ്. ഓക്കെ, ബാക്കി കൂടി കിടന്നോക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളുടെ പക്ഷത്ത് തന്നെയാണ്, സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം. കാരണം ഇത്രയും ശക്തമായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായതും ഇന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വനിത പോലും ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഇവർക്ക് ഈ ചാൻസ് വാങ്ങിച്ചു കൊടുത്തത് ഈ ലേഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ്. ഇവളോട് എനിക്ക് പറയാനുള്ളത്, മോളെ എന്നല്ല തള്ളയെ ഒരു കാര്യം പറയുകയാണ്. സ്ത്രീകൾക്ക് ഇവിടെ നീതി കിട്ടണം തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരുത്തൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്ത് നീതിയാണ്? ദിലീപ് ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കണമായിരുന്നു. കോടതിക്ക് മനസ്സിലായി ദിലീപ് ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ആ പാവപ്പെട്ട മനുഷ്യനെ 8-9 വർഷമായി പറയുന്നു, ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല, എന്നെ വലിച്ചിട്ടതാണ്, പോലീസ് വലിച്ചിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെണ്ണ് പറയുകയാണ് പെൺകുട്ടികൾക്ക് നീതി കിട്ടണമെന്ന്. നീതി കിട്ടണം, ശരി, ഒരുത്തൻ്റെ കഴുത്തറുത്തിട്ടല്ല നീതി കൊടുക്കേണ്ടത്. സത്യസന്ധമായിട്ട് ഇപ്പോൾ നീതി കിട്ടിയല്ലോ, 6 പേരെ ശിക്ഷിച്ചല്ലോ, അത് നീതിയല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും റിപ്പോർട്ടർ ചാനലിനെ കല്ലെറിയുന്ന ഒരു രംഗം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതായത് വെറും വൃത്തികെട്ട വാർത്ത കൊടുക്കുന്ന ഒരു ചാനലാണ്. 2 ഭാഗം കേൾക്കണം. റിപ്പോർട്ടർ
റിപ്പോർട്ടറിനോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോൾ രണ്ട് സൈഡും ചർച്ച ചെയ്യണം, അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി റിച്ചിന് വേണ്ടി ഒരാളുടെ ജീവിതം മാത്രമല്ല അറുത്ത് ജീവിക്കേണ്ടത്. ഓക്കെ എന്താണ് റിപ്പോർട്ടർ ചാനൽ നാട്ടുകാർ കൈമാറുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ആലോചന അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണല്ലോ ഈ ആത്മവിശ്വാസത്തിന് കാരണം. ഞാൻ താങ്കളിലേക്ക് വരാം. ഈ കാണുന്ന ദൃശ്യം ദിലീപ് ഫാൻസിന്റെ ബഹളമാണ്. അവർക്ക് മാധ്യമപ്രവർത്തകരുടെ രോഷം തീർക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും കാണാമെന്നുള്ളതാണ്. ആ റോഷിപാലാണ് നമ്മുടെ റിപ്പോർട്ടർ സംഘത്തിൽ. ആ റോഷിപാലാണ് കഴിഞ്ഞ 8 വർഷമായി ഈ കേസിന് പിന്നാലെ ബാലചന്ദ്രകുമാറിന്റെ, പൾസർ സുനിയുടെ ഒക്കെ പ്രതികരണങ്ങൾ. സായികുമാർ നമുക്കൊപ്പം ഉണ്ട്. കണ്ടല്ലോ നിങ്ങൾ, റിപ്പോർട്ടർ ചാനലിനെ എല്ലാവരും തെറി വിളിക്കുകയാണ്. അവറ്റകളോട് പറയുകയാണ്, രണ്ട് ഭാഗം കൂടി നിങ്ങൾ കേൾക്കണം. അതായത് ദിലീപ് കുറ്റക്കാരൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത്, എന്താണ് ദിലീപിന് പറയാനുള്ളത്, അതും കൂടി നിങ്ങൾ കേൾക്കണം. അല്ലാതെ പൈസക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നിറകെട്ട പണിയെടുക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് നാട്ടുകാർ വന്ന് തല്ലുമെന്നാണ് ഞാൻ പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, എന്താണ് മഞ്ജു വാര്യർക്ക് പറയാനുള്ളത്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ചുറ്റുള്ള ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോളുകൾ ഇത് എത്ര അളവിൽ വരെ ബാധിക്കും? ഇല്ല, ബാധിക്കുമോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്, അറിയാറുണ്ട്. എല്ലാം അതിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന് എന്തെങ്കിലും തെറ്റാണോ ഇല്ലയോ എന്നുള്ളത് ഒരു സ്വയം ഒരു അനാലിസിസ് എന്തായാലും ഞാൻ ചെയ്യാറുണ്ട്. അത് ഒട്ടും ഞാൻ മറച്ചു വെക്കില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ക്രിറ്റിസിസം ആയിട്ട് അത് നല്ല രീതിയിലാണെങ്കിലും നല്ല ഇന്റൻഷനോട് കൂടിയിട്ടാണെങ്കിലും ചീത്ത ഇന്റൻഷനോട് കൂടിയിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിലും അവരെഴുതുന്ന ഓരോ വാക്കും എന്നെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മഞ്ജു വാര്യർ പറയുന്നത്. അതായത് മഞ്ജു വാര്യർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഈ വിഷയത്തെക്കുറിച്ചും എല്ലാ വിഷയത്തെയും കുറിച്ചാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. നമുക്ക് അടുത്ത, അതായത് അതിജീവിതയുടെ മെയിൻ വക്കീലായിട്ടുള്ള വക്കീല് മമ്മൂട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടുകൊണ്ട് അതിനുള്ള ഉത്തരം കൊടുക്കാം. അതിനുശേഷം ബാക്കി ചർച്ച ചെയ്യാം. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട്. തെളിവുണ്ട്, ഞങ്ങൾക്കുണ്ട് തെളിവ്. പക്ഷെ അവരാരും തന്നെ പ്രതികളല്ല. പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും. ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ പൊന്നു വക്കീല് തെളിവുണ്ട് എന്ന് ന്യൂസ് ചർച്ചയിൽ പറയുന്നുണ്ട്, ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് കോടതിയിൽ നിങ്ങൾ തെളിവ് കൊടുക്കുന്നില്ല? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ ചാനൽ ഇപ്പൊ പറഞ്ഞല്ലോ മമ്മൂട്ടി ദിലീപിനെ സഹായിച്ച തെളിവുണ്ട്. എന്തുകൊണ്ട് കോടതിയിൽ നിങ്ങൾ, അതായത് പൾസർ സുനിയും ദിലീപും സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുണ്ട്, മറ്റതുണ്ട്, മണ്ണാങ്കട്ടയുണ്ട്, പിണ്ണാക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ചാനൽ ചർച്ചയിൽ പറയുകയാണ്, ജനങ്ങൾ വിശ്വസിക്കുകയാണ്, കോടതിയിൽ ഒരു മണ്ണാങ്കട്ടയും കൊടുക്കുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ദിലീപിനെതിരെ സംസാരിച്ചാൽ ഞങ്ങൾക്ക് സൈബർ ആക്രമണമാണ്. കാരണം ജനങ്ങളെ ഈ മാധ്യമം, റിപ്പോർട്ടർ അടങ്ങുന്ന മാധ്യമം പറഞ്ഞ് പറ്റിച്ചതിന് ശേഷം ജനങ്ങൾ വിചാരിച്ചത് പാവം ദിലീപ് തെറ്റ് ചെയ്തു എന്നാണ്. ഈ പണ്ടാരങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുത്തത് കൊണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും കാവ്യമാധവന് എന്താണ് ദിലീപ് കേസിൽ പറയാനുള്ളത് കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് എന്ന്, ദിലീപും കാവ്യയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന്, അതിന്റെ വാസ്തവം എന്താണ്? അതിൻ്റെ വാസ്തവത എനിക്ക് കാരണം ദിലീപേട്ടൻ അതിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്, പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ. കാരണം ദിലീപേട്ടനെ പോലെ ഒരാളങ്ങനെ അതിലേക്ക്, കാരണം അദ്ദേഹം ഞാൻ വീണ്ടും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചി. എനിക്കൊന്നും ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്കതിൽ പറയേണ്ടത് മഞ്ജു ചേച്ചിനെയായിരിക്കും. എൻ്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ്, സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഒക്കെ അറിയാം. ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർ ഒരിക്കലും ഇല്ല. കാരണം അവർക്കൊക്കെ അറിയുന്നതല്ലേ ദിലീപേട്ടനും ഞാനും മഞ്ജു ചേച്ചിയും ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഭാവന, സലീമേട്ടൻ, ആദർശിക്ക, അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചെയ്യോ? നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അത്രയ്ക്ക് മണ്ടത്തരൊന്നും കാണിക്കില്ലല്ലോ. ഓക്കെ, കാവ്യമാധവന് ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. ഒരു പയ്യന് രംഗത്ത് വന്നിട്ടുണ്ട്, ദിലീപിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അത് കുറച്ച് വിവാദമാണ്. എന്താണ് ആ പയ്യൻ പറഞ്ഞത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം.
ഇന്നലെ ദിലീപേട്ടന്റെ വിധി വന്നതിന് ശേഷം ഈ അമ്മച്ചി കോടതിക്ക് വെളിയിൽ കിടന്ന് സർക്കസ് കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. തെളിവുകളില്ലാതെ കോടതിയിൽ പോയി കുമ്പിട്ട് നിന്നിട്ട് കേസ് ഊമ്പി പുറത്തിറങ്ങി ജനങ്ങളോട് തെരുവിലിറങ്ങണം, വിധി പ്രഖ്യാപിച്ച ജഡ്ജി രാജിവെക്കണം എന്നൊക്കെ ഈ കറുത്ത കോട്ടിട്ട മഹതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കോട്ട് ഊരി തേങ്ങ ഉണക്കാനിടുമ്പോ കാക്ക കൊത്താതെ കമ്പിൽ കോർക്കാം വക്കീൽ മേഡം. വികാരം തള്ളി നിന്നതുകൊണ്ട് പോയിന്റുകൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കാതെ അതിജീവിത എന്ന് മൂങ്ങി നടന്നാൽ കേസ് ജയിക്കില്ല മച്ചി. എന്തായാലും നിങ്ങളുടെ അതിരുകൾ കടന്ന വികാരം ഈ മഹാരാജ്യത്തിന്റെ നീതിന്യായ പീഠത്തെ അപമാനിക്കലാണ്. ജുഡീഷ്യറിയെ ജനങ്ങൾക്ക് മുന്നിൽ കൊള്ളരുതാത്തതാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പേരിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാർ കൗൺസിൽ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാം. ആത്മരോക്ഷം കൂടുതൽ ഗുരുതരമായാൽ ഡിസ്ബാർ ചെയ്യാനും സാധിക്കും. എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അതും പോരെന്ന് തോന്നിയാൽ ഒരു അഡ്വക്കേറ്റ് ജഡ്ജിയെ പബ്ലിക്കായി ഷെയിം ചെയ്യാൻ ആളുകളെ വിളിച്ചാൽ ക്രിമിനൽ കണ്ടംപ്റ്റ്, SCO മോട്ടോ ആക്ഷൻ, ബാർ കൗൺസിൽ ഡിസിപ്ലിനറി ആക്ഷൻ, IPC പ്രകാരമുള്ള ക്രിമിനൽ കേസ് ഇതെല്ലാം നേരിടേണ്ടി വരും. കോട്ടിട്ട് കോമാളിത്തരം കാണിക്കല്ലേ അമ്മച്ചി. ഇപ്പൊ കാണാൻ കുറച്ച് പേരുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അമ്മച്ചി നല്ലപോലെ കഷായിക്കും. ഇന്നലെ പൊന്നുപ്രേക്ഷകരെ, ആരെങ്കിലും അമ്മച്ചിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി ഉണ്ട തിന്നേണ്ടി വരും. വക്കീലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, പയ്യനെതിരെ ഭീഷണിയാണ് കുറെ പേര്, പയ്യനെ കേസ് കൊടുക്കണം. എന്ത് തെറ്റാണ് ഈ പയ്യൻ പറഞ്ഞത്? അപ്പോൾ നമുക്ക് അതിജീവിത കേക്ക് കട്ട് ചെയ്യുന്ന രംഗം ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പെണ്ണ് നെറികെട്ട ഒരു പണിയെടുത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. അതായത് അതിജീവിത എന്ന് പറയുന്ന അതിജീവിതയുടെ ഫോട്ടോ ഒരു ഇത്തിരി പോലും ഹൈഡ് ചെയ്യാതെ ഇന്നലെ സ്റ്റോറി ഇടുകയാണ് ഇൻസ്റ്റഗ്രാമിൽ. എന്നിട്ട് പറയുകയാണ് ഞാൻ അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, രാഹുൽ ഈശ്വർ ഇപ്പോൾ എന്തിനാണ് ജയിലിൽ വന്നത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പെണ്ണിന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്ന പേരിൽ രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും രാഹുൽ ഈശ്വർ ജയിലിലാണ്. ഇവിടെ നോക്കൂ, സ്മൃതി എന്ന് പറയുന്ന ഇവള് അതിജീവിതയുടെ ഫോട്ടോ സ്റ്റോറി ഇടുകയാണ്. ആരാണ് ഇവൾക്ക് ലൈസൻസ് കൊടുത്തത്? ഇതുകാലം ആരെങ്കിലും ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, രാഹുൽ ഈശ്വർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കേസാവും. യുവന്മാർക്ക് എന്ത് പണിയെടുക്കാം. റിപ്പോർട്ടർ ചാനലല്ലേ. ഇവൾ ഒരിക്കലും അതിജീവിതയുടെ ഫേസ് പുറത്ത് കൊണ്ടുവരാൻ പാടില്ല എന്നല്ലേ ഉള്ളത്. ഇവൾക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? ഇതൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട തിന്നേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിജീവിത കേക്ക് കട്ട് ചെയ്യുന്ന ഒരു രംഗം ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ്. എന്തിന്റെ വിഷയത്തിലാണ് കേക്ക് കട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും അതൊന്ന് ദിവസം ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുനഃപ്രേക്ഷകരെ അടുത്തതായി ഉടൻ വരാം. ഓക്കെ, ബൈ.